നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയോ? ഞങ്ങളിപ്പോൾ ഉടുപ്പിയിൽ നിന്ന് കുറച്ച് അകലെ മാൽപ്പേ എന്ന സ്ഥലത്ത് സെന്റ് മേരീസ് ബീച്ച് ഐലൻഡ് മാൽപ്പേ. ഇതിൻ്റെ പുറകിലുണ്ടോ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടോ? ഈ ഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിൽ നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇത് ഈ മാൽപ്പേ ബീച്ചിലാണ് ഈ ഗാന്ധി പ്രതിമ ഉള്ളത്. അപ്പം ഇനി നമുക്ക് ഈ സെന്റ് മേരീസ് മാൽപ്പേ ബീച്ച് നമുക്കൊന്ന് കാണാം. നമ്മുടെ അവിടെ ഉള്ള കടൽ തന്നെ, പക്ഷേ കടൽ തീരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഭംഗിയുണ്ട്, ശുചിത്വമുണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? എന്താ ഒരു കാര്യം ചെയ്യാം, ബീച്ച് കാണുന്ന പറയുന്നുണ്ട്. ബീച്ചിലൊന്ന് പോയിട്ട് വരാം. സിറ്റി ബസ് സ്റ്റാൻഡ് അവിടെ തൊട്ടടുത്ത് സിറ്റി ബസ് സ്റ്റാൻഡ് ഉണ്ട്. സിറ്റി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബീച്ചിൽ പോയിട്ട് വരാം. ഇതാണ് സിറ്റി ബസ് സ്റ്റാൻഡ് കേട്ടോ. ഈ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങളിനി എവിടേക്കാണ് പോണത്? ബീച്ചിലേക്ക്. ഇവിടെ വന്നിട്ട് സെന്റ് മേരീസ് ബീച്ച് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് കാണാം. അതും കൂടി ഒന്ന് കണ്ട അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുത്ത്. ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടാണ്. എത്ര അടുത്താലോ ഇവിടെ ബസ് സ്റ്റാൻഡുകളൊക്കെ. ആ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ അവിടെ കണ്ടില്ലേ? ആ ബസ് സ്റ്റാൻഡിൽ ഇനി ബീച്ചിലേക്ക് പോണ വണ്ടി ഏതാന്ന് ചോദിക്കട്ടെ. ഡ്രൈവർമാർ കണ്ടക്ടർമാർ അവിടേക്ക് പോകണം. ബീച്ചിലേക്ക് പോകണമെങ്കിൽ HMT ഇതേ കിടക്കണ ബസ്. HMT ബസ് ബീച്ചിലേക്കുള്ളതാണെന്ന് പറയണത്. 6 കിലോമീറ്റർ അതിൽ പോവാം. HMT ഇതേ കിടക്കണേ. അത് കണ്ട് നമുക്ക് പോവാനുള്ള സമയം ഇങ്ങോട്ട് പോരുക. പിന്നെ നമുക്ക് സമയമാവും. അപ്പോൾ അതോ ആ കിടക്കണതോ അത് മണിപ്പാല. ഇത് ബീച്ചിലേക്ക്. ബീച്ച് ಹೋಗುದಿಲ್ಲ. ಬೀಚ್ ಈ ಬಸ್ ಹೋಗುದು. ഹാൻഡിക്യാപ്ഡ് സീനിയർ സിറ്റിസൺ അത് സൈഡില് അവിടെ ചിലപ്പോൾ കന്നഡയാവോ. ഞാൻ കന്നഡ പഠിച്ചു കേട്ടോ. ഞങ്ങളെ ബീച്ച് കാണാൻ പോട്ടെ. അവിടുത്തെ സെന്റ് മേരീസ് ബീച്ച് ഓരോ ബീച്ചുകൾ. പക്ഷെ എല്ലായിടത്തും ബീച്ചൊക്കെ ഒരേ മാതിരി തന്നെയാണ്. അതൊരു വ്യത്യാസമില്ലേ? ബീച്ച് കാണണം. ബീച്ചിലേക്ക് പോകാനുള്ള ബസ്സാണ് കേട്ടോ. ഇവിടുന്ന് 6 കിലോമീറ്റർ. ഉടുപ്പിന്ന് 6 കിലോമീറ്റർ. എന്തായാലും ബീച്ച് മുന്നിൽ കടത്തി വരാം നമുക്ക്. ചെറുതിന് 200 രൂപ. ബസ് ഇളകി തുടങ്ങി കേട്ടോ. നമ്മൾ ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് മറ്റേ ബീച്ചിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഏതായാലും ഉടുപ്പിയിലൊക്കെ വന്നിട്ട് ബീച്ചും കൂടി ഒന്നും കണ്ടില്ലാന്നുണ്ടെങ്കിൽ മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒന്ന് കണ്ടു വരാം. ബീച്ച് എത്താറായി കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് അത് മുടക്കണ് അവരൊക്കെ ഇറങ്ങിക്കോട്ടെ. ചേച്ചിമാരിറങ്ങിക്കോട്ടെ. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചാണ് നടക്കാം. ആ തിരിച്ചു വരുമ്പോൾ നമുക്ക് ബസ് കിട്ടും ചെയ്യും. കോട എടുത്തിട്ട് പോരാ. ഇത് ബീച്ചിലേക്കുള്ള വഴിയാണ്. ബീച്ച് ನೀವು ಬೀಚ್ ಹೋಗುದಾ? ನಾನು ಕನ್ನಡಿಗಲ್ಲೇ ಕನ್ನಡ ಐನೋ ಕನ್ನಡ മലയാളം. അതെ, ഞങ്ങൾ ഉടുപ്പിയിൽ മാൽപ്പേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ച് കാണാനാണ് ഇവിടുത്തെ. ഞങ്ങൾ ബസ് ഇറങ്ങി. വന്ന ബസ്സിലിറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കന്നഡയൊക്കെ പഠിച്ചു കേട്ടോ. കന്നഡക്കാരനായി. നീ അല്ലി ಹೋಗದ എന്നൊക്കെ പറയാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് നേരെയാണ് പോകുന്നത് കേട്ടോ. അവിടെ ഒരു കമാനം കണ്ടോ?
അതവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ കടൽ റെസ്റ്റോറൻറ്റ്. ഇവിടെ നേരെ കുറച്ച് നടക്കണം തോന്നുന്നു കേട്ടോ. കവാടെടുത്തു. അവിടെ ഒരു ഒട്ടകം അറ്റത്തൊക്കെ ഉണ്ട് ചേട്ടാ. എവിടെ ഒരു ഒട്ടകം? എവിടെ അറ്റത്ത്? അറ്റത്ത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് ഒട്ടകം. അവിടെ ആര് കുറേ ഉണ്ട് അറ്റത്ത്. ആള് നോക്കണുണ്ട് ചേട്ടനാ. മാൽപ്പേ ബീച്ച് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഗസ്റ്റ് ഹൗസ്. അവിടെ റൂമൊക്കെ കിട്ടും. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പെണ്ണുമ്പിള്ള ഉണ്ട് അവിടെ. മീൻ ഫിഷ്. അതേ കടലെടുത്താറായി. കടലിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കടകളൊക്കെ ഒന്ന് ഞായറാഴ്ച കാരണം രാവിലെ ആയ കാരണം തോന്നുന്നുണ്ട് ആരും തുറക്കാത്തത്. വെള്ളം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉച്ച കഴിയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഇത് ഉണ്ടാവില്ലോ. നമ്മുടെ നാട്ടിലൊക്കെ മതിരിയൊക്കെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ബീച്ചിൻ്റെ പേരെന്താണെന്നറിയോ? സെൻറ്റ് മേരീസ് ഐലൻഡ് മാൽപ്പേ ബീച്ച് എന്നാണ് കേട്ടോ. മാൽപ്പേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബീച്ചുള്ളത്. വളരെ സുന്ദരമായ ബീച്ചാണെന്നാണ് പറയുന്നത് എല്ലാവരും. എന്തായാലും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കുടിച്ചാലോ? നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചാണ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇവിടെ നിന്ന് കുടിക്കാം. എന്താണ് ഉള്ളത് കുടിക്കാൻ? കൂൾ ഡ്രിങ്ക്സ്. ഇവിടെ ചായടി കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ മാൽപ്പേ സെൻറ്റ് മേരീസ് ഐലൻഡ് ബീച്ച്, ആ ബീച്ചിലേക്ക് എത്താറായി. സെൻറ്റ് മേരീസ് ഐലൻഡ് മാൽപ്പേ ബീച്ച്. അവിടെ ബീച്ച് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഓട്ടോ ഒക്കെ കിട്ടും അവിടെ. കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണുന്നുണ്ട്. ഞായറാഴ്ച ആയ കാരണം തോന്നുന്നുണ്ട് കടകളൊക്കെ അടച്ചിട്ടേക്ക്. കുളിച്ചിട്ട് വരുന്നു സദ്ഗുരു. അവിടെ ഉണ്ട് കട, തുറക്കണുള്ളൂ. എന്തോ ഒരു വ്യത്യാസം. നമ്മുടെ കൂടെ വന്നിട്ടാ പെണ്ണുങ്ങളല്ലേ അത്? നമ്മുടെ കൂടെ മുന്നിലുണ്ടായിരുന്ന പെണ്ണുങ്ങളത്. ഞങ്ങൾ അങ്ങോട്ട് പോയി ആ മണ്ണുള്ളത്. ഇവിടെ വന്നിട്ട് ബീച്ച് നിമോസ് ബൈ ദി ബീച്ച്. ഇവിടുത്തെ ബീച്ചിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ബീച്ചിൽ എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ പ്രത്യേകത ഒന്നും എനിക്കറിയില്ല. അവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട്. ഞാൻ എടുക്കട്ടെ. എടുത്തോ. ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. കടൽ തീരത്തിന്റെ മുൻപിലുള്ള ഭാഗങ്ങളാണ് കേട്ടത്. അവിടെ എങ്ങനെയുണ്ട് മാൽപ്പയിൽ വന്നിട്ട്? ബീച്ച് കാണാണ്ട് പോവാന്ന് പറഞ്ഞതല്ല, വന്നപ്പോ നല്ല ഭംഗിയില്ലേ കാണാൻ. പോവാൻ മൂകാംബിയിലേക്ക് പോകാനായിട്ട് ഞാൻ തിരക്കൂട്ടിയത്. പക്ഷെ ബീച്ച് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നീ പറഞ്ഞ ഉടുപ്പിന്ന് കുറച്ച് വഴിയുള്ളൂ. ഉടുപ്പിന്ന് കുറച്ച് വഴിയുള്ളൂ അല്ലേ? 6 കിലോമീറ്റർ അല്ലേ? ഉടുപ്പി ബസ് സ്റ്റാൻഡ്, ഉടുപ്പിയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമുള്ളത് നമുക്ക് ഈ മാൽപ്പേ ഐലൻഡ് മാൽപ്പേ ബീച്ചിലേക്ക്. സെന്റ് മേരീസ് മാൽപ്പേ ബീച്ച് എന്താണ്? 40 രൂപ 2 പേർക്ക്. 40 രൂപ. ബസ്സിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ ഉള്ളൂ. ഒരാൾക്ക് 20 രൂപ. ഒരാൾക്ക് 20 രൂപ. അപ്പോൾ 2 പേർക്ക് 40 രൂപ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 80 രൂപ. ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ 100 രൂപ കൊടുക്കണം. അപ്പോൾ അന്ന് വേണ്ടപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ബീച്ചിന്റെ കിഴക്ക് വശമാണ് കേട്ടോ ഇതൊക്കെ. ഈ ബീച്ചിന്റെ ഒരു ഭംഗി നോക്കിയാ. ഇവിടെ എന്താ കുട്ടികളൊക്കെ എന്നിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തോ പരിപാടികളൊക്കെ ഉണ്ടെന്ന്. ഭക്ഷണം കഴിക്കേ ഇവര് വന്നേക്കണതാണ് ഇവിടെ. ഇവരൊക്കെ ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇല്ലേ, ടൂറിസ്റ്റുകളൊന്നല്ല അവര്. എന്തോ ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അതാണ് ഇവിടെ നിൽക്കണത്. അവരിപ്പോ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ പരിപാടി നമുക്കറിയില്ല. എന്തായാലും നമുക്ക് മാൽപ്പേ ബീച്ചൊന്ന് കണ്ടിട്ട് വരാം. അതെ, ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലുള്ള അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തണലും നോക്കിയാണ് പോകണത്. ഇതെന്താണ്? ആക്സിസ് ബാങ്കിൻ്റെയാണ്. ഗാന്ധി പ്രതിമയുടെ പുറകുവശമാണ് കേട്ടത്. ഇവിടെ ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫുകൾ അവിടെ നിന്നിട്ട് അമ്പട വാ 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 വാ.
അവർ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ആക്സിസ് ബാങ്ക് സ്റ്റാഫ്. യെസ്, വെരി ഗുഡ്. ഇംഗ്ലീഷ് നോ, ഓൺലി മലയാളം. യുവർ കന്നഡ. കന്നഡിക. Okay. Thank you. We are Tuluas actually. This coastal area people we speak Tulu. Tulu. Okay. You can see Shilpa Shetty, Sunil Shetty. They are all from belongs to this coastal area. Padar ittenundu chance mundu. मैम एक्सिस बैंक का एक कस्टमर है. मेरे पास ये ക്രെഡിറ്റ് കാർഡ്. क्रेडिट कार्ड. V-Sip card link kada V-Sip. ये मेरा ये क्रेडिट कार्ड है ना, वीसा कार्ड है. वो ये रुपए कार्ड मिलेगा? मिलेगा सर. ये कार्ड पहले सरेंडर करना पड़ेगा आपको. सरेंडर करना पड़ेगा. ये 2 महीने बाद मिलेगा. हमारे मुल्क में कोई ब्रांच में दिएगा तो मिलेगा? हाँ, मिलेगा. थैंक यू. बाय. इन्वेस्टमेंट नहीं. FD रखो. FD है sir. FD വേണ്ട. വേണ്ട. നമ്മളെ വിളിക്കാൻ വിചാരിച്ച അവർ വീഡിയോ എടുത്തോന്ന്. ലോങ് അപ്പൊ മാൽപ്പേ. ലോഞ്ച് റൂം. ഇത് തുളുണ് തോടെ. തുളു ഭാഷയാണെന്ന്. മറ്റേ എന്തൊരു ശില്പ ഷെട്ടിയൊക്കെ അടുത്താന്ന് അവർക്ക് ഇവിടെയുള്ള ആളുകളാണെന്ന് പറയണേ. നമുക്ക് ഇതിലെ പോവാ. തുളു ഇതിലെ പോയി ഈ തളത്ത് ഇവിടെ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ബീച്ച് കാണല്ലോ വേണ്ടു. അങ്ങനെ ഇങ്ങോട്ട് പോരാ. ആ താഴത്തൂടെ ഇതിലേ പോയിട്ട് ആ താഴത്തൂടെ ഇങ്ങോട്ട് പോരാ. അപ്പൊ പിന്നെ അധികം ഒരു നല്ല തണലുണ്ട് ഇവിടെ. കുട മറക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഈ ബീച്ചിന്റെ സൈഡിൽ കുറച്ച് തണലുള്ള വശങ്ങളുണ്ട്. ചേട്ടാ നിന്നാ ഇതേ അത് ഈ കുടയെന്ന് മടക്കട്ടെ. കുട മടക്കിക്കോ. കുടക്ക് എന്താ പറ്റിയ? അല്ല കുട അങ്ങനെ കുട പറക്കണ്ടോ? പറക്കുന്നുണ്ടല്ല. ബീച്ചാണ് കണ്ടോ? ബീച്ച് കടൽ കണ്ടോ? എന്തോരം ആളുകളാ നോക്കി. പകല് എത്ര മണി? 9:30 മണിയായിട്ടുള്ളൂ. 9:30 മണി. ഈ 9:30 മണി എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ തൂക്കിയിട്ടാണിത്. എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ കുട തൂക്കിയിട്ടേക്കാണ്. അത് ഈ പണ്ടത്തെ കാരണന്മാരൊക്കെ കഴുത്തിൻ്റെ പുറകിലാണ് കുട തൂക്കിയിടുക. അതാ നടക്കുക. ഞാൻ കുട എടുക്കട്ടെ. അപ്പോളേ നമുക്ക് ഇഞ്ചിനല്ലേ ഇപ്പം ഇതിൻ്റെ കിഴക്ക് വശത്തായിട്ട് ചെറിയൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ ഇപ്പം നല്ല തണലാണ്. ഇവിടെ ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന സ്ഥലം കേട്ടോ. ഫിഷർമെൻ ബേ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലമൊക്കെ. നമുക്ക് കുറച്ചുകൂടെ കണ്ട് പോവാം. സീ ഫുഡ്. അവിടെ ടാറ്റു കുത്തുന്ന സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ വേലി കെട്ടിയ കേട്ടോ. ഇവിടെ വല കെട്ടിക്കണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങണം. അപ്പുറത്തോടെ പോയിട്ട് ഇറങ്ങാം നമുക്ക്. അറ്റം വരെ നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് പോവാം. ഉടുപ്പിയിലത്തെ കടൽ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പോണാ ബാത്റൂം. അപ്പൊ നമുക്കിപ്പോ ഏതിലിപ്പോ കടക്കാൻ പറ്റും. അറ്റം വരെ കെട്ടിയിട്ടുണ്ടല്ലോ ഈ തേങ്ങ വല. ഇനിയിപ്പോ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറക്കേണ്ടി വരുമോ? ഇവിടെ അറ്റം വരെ കെട്ടിയിട്ടുണ്ട്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അറ്റം വരെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട്. ഇതേ അത് അറ്റം വരെ അവിടെ കെട്ടിയിട്ടുണ്ടെന്ന് വേണ്ടാ. അറ്റം വരെ കെട്ടിയിട്ട് പിന്നെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാ? ഇന്നൊരു കാര്യം നമുക്ക് ഇങ്ങോട്ട് പോവാ. നമുക്കിത് അവിടെ അതെ ആ കുടിലോ കണ്ട കുടില്. ആ കുടില് കടക്കണ്. അവിടെ കുടില് കണ്ട കുടില്. എവിടെ? ഹട്ട് കണ്ട ഹട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് വീഡിയോ ആൾക്കാർ അങ്ങനെയാണ് കിടക്കണത്. വല പൊന്തിച്ചിട്ട് വല പൊന്തിച്ച് കിടക്കാം നമുക്ക്. ഇല്ലാണ്ട് ഇപ്പൊ വേറെ പ്രശ്നം. അവിടെ കുറച്ചു നേരം
ഇത് കഴിഞ്ഞാലേ എന്തൊരു ഭംഗിയല്ലേ ഇവിടുത്തെ കടല് നോക്കിയേ. ചുമന്ന കൊടി കൂടെ കെട്ടിയത് മനസ്സിലായോ? ഇല്ല. ഈ ചുമന്ന കൊടി കൂടെ കെട്ടിയതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. അതായത് ഇവിടെ ഡേഞ്ചർ സോണാണത്, മനസ്സിലായോ? അവിടത്തെ അയാള് ആ സെക്യൂരിറ്റി കണ്ട വിസിലടിക്കണണ്ട പിള്ളേര് ഇവിടെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആഹാ വെയിൽ കൊള്ളാണ്ട് കുറച്ചേരം നിൽക്കട്ടെ അവിടെ. ഇവിടെ ചെറിയൊരു ഹട്ട്, ആ ഹട്ടിൽ എവിടെ ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാനില്ല, ഇപ്പുറത്ത് നില കാണുള്ളൂ. കടൽ തീരത്ത് ചെറിയൊരു കൊടമാതിരി ഒരു ഹട്ട് പണിതേക്കാണ്. അപ്പം അതിൻ്റെ ചൂട്ടിൽ ഞങ്ങൾ വെയിൽ കൊള്ളാണ്ട് ഇങ്ങനെ നിൽക്കണ്. നല്ല സുഖം, കടൽക്കാരൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ. പക്ഷേ ഈ ഞങ്ങൾ കുറേ ബീച്ചുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സെന്റ് മേരീസ് ഐലൻഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗി, നല്ല വൃത്തിയുള്ള കടൽ തീരം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ലൊരു ഭംഗി, വൃത്തിയുള്ള കടൽ തീരം. അത് ഈ നേരായ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 9:30 മണി, കാലത്ത് 9:30 മണിയായിട്ടുള്ളൂ കേട്ടോ. അത് കാരണം ഇവിടുത്തെ കടലിന്റെ തിരമാലകളൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ അത് കംപ്ലീറ്റ് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ വല കെട്ടിയേക്കാം. അപ്പൊ ആ വല പൊട്ടിച്ചിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. അതിൽ കടക്കാൻ പറ്റും തോന്നുന്നു. അല്ലെങ്കിൽ ഇതില് ഇതൊക്കെ വേണ്ട, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ചേരം അതിലോട്ട് കടക്കാം. കടന്നിട്ട് ഈ കുടിലുകൾ ആദ്യം എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കുടിയിൽ വന്ന് കുറച്ചേരം വിശ്രമിക്കാൻ വേണമെങ്കിൽ ചെയ്യണ്ട. ഇതിലെ കടക്കാം, നമുക്ക് ഇതിലെ കടക്കാം. ഇവിടെ വല ലേശം പൊട്ടിച്ചിട്ടുണ്ട്, അതിൽ കൂടിയാണ് കേട്ടോ നടക്കുന്നത്. ഇതുവരെ വേണ്ട, നല്ല വൃത്തിയുള്ള ബീച്ച് കേട്ടോ. നല്ല വൃത്തി എന്ന് വെച്ചാൽ നല്ല വൃത്തി. അവിടെ നോക്കി ഒരു ഐലൻഡ് നോക്കിയിട്ട് അവിടെ കാറ്റത്ത് കണ്ടോ, ഒരു ഐലൻഡ് കണ്ടോ, ഒരു ഐലൻഡ് മാതിരി. അതാണ് ഈ സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? സെന്റ് മേരീസ് ഐലൻഡ് ആണ്. ആ ഐലൻഡാണ് അറ്റത്ത് കണ്ടത് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോയേക്കണില്ലേ, അറ്റം വരെ പോയേക്കണ നോക്കിയാക്കാര്. സെന്റ് മേരീസ് ഐലൻഡ് കേട്ടോ. നിർത്തണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഭയങ്കര വെയിൽ കാരണം ഇതിൽ ക്യാമറയിലേക്ക് കാണുന്നില്ല. അതേ തോന്നുന്നത്, കാണുന്നുണ്ട്. അതാണ് സെന്റ് മേരീസ് ഐലൻഡ്. ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. സെന്റ് മേരീസ് ഐലൻഡ്. ആളുകൾ ഇത് കണ്ടോ, കടലിലേക്ക് ആളുകൾ ഇറങ്ങി നിന്നിട്ട് കുളിക്കുക. നല്ല തിരമാലയുണ്ട്. പക്ഷെ ഇതൊരു ഒന്നൊന്നര ബീച്ച് തന്നെയാണ് കേട്ടോ, സെന്റ് മേരീസ് ഐലൻഡ് ബീച്ച്. ഒന്നൊന്നര ബീച്ച് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബീച്ച് തന്നെ. കടലിൽ വെറുതെ തുടങ്ങി നോക്കാം, കാലൊക്കെ ഒന്ന് നനച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് മാൽപ്പയിലുള്ള സെന്റ് മേരീസ് ഐലൻഡ് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പുറകിൽ അവിടെയായിട്ടാണ് ഇത് കാണുന്നത്, മറ്റേ ഐലൻഡ് കാണുന്നത്. അവിടെ ഒരു ഐലൻഡ് കാണാം. അവിടെ വെള്ളം തിരമാലയ്ക്ക് നല്ല ശക്തി കേട്ടോ. നല്ല സുഖമുണ്ട് ഈ വെള്ളത്തിൽ നിൽക്കാനായിട്ട്. അതൊക്കെ നനഞ്ഞു, അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഉണങ്ങിക്കോളും, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഉടുപ്പിയിൽ വന്നിട്ട് ബീച്ച് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ. എന്തായാലും ബീച്ച് വളരെ സന്തോഷം. അപ്പം നിങ്ങളും ഇതുപോലെ വരണ സമയത്ത് ബീച്ച് കാണണം. ഉടുപ്പിയിൽ ക്ഷേത്രത്തിൽ മാത്രം വന്നാൽ പോരാ, ബീച്ച് കാണണം. അതുപോലെ തന്നെ ഇവിടെ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. അത് എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ ഈ ഗൂഗിളിലൊക്കെ ഇനി തിരഞ്ഞു നോക്കിയിട്ട് വേണം അതുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട്. ഓക്കെ, ഇവിടെയുള്ള ആളുകൾക്കൊന്നും യാതൊരു ഭയമില്ല കേട്ടോ. അറ്റത്ത് പോയി നിൽക്കണല്ലേ. അതായത് കേട്ടോ, കടൽ തിരമാലകൾ അവിടെ നിന്ന് ഇങ്ങനെ എത്ര ശക്തിയോടുകൂടിയാണ് വരണമെന്നറിയോ. എന്നാലും ആ കടലിലേക്ക് ഏകദേശം എത്രത്തോളം ഇറങ്ങിയിട്ടാണ് അവർ നിന്നിട്ട് എന്താ പറയണത്, വെള്ളത്തിൽ നിന്നിട്ട് ആനന്ദ നൃത്തം ചവിട്ടണം. ആനന്ദ നൃത്തം കേട്ടോ.
ഇത് ഉരുണ്ട് പോണ ഒരുത്തൻ ഉരുണ്ടു. നല്ല ഭംഗി കേട്ടോ. ഇത് കാണാണ്ട് പോയെങ്കിൽ ഭയങ്കര തപ്പായി പോയി. തിരമാലകൾ പറഞ്ഞ വരവെങ്കിൽ നല്ല ശക്തിയിലാണ് തിരമാല വരുന്നത്. മാൽപ്പേ ബീച്ച് എന്ന് പറഞ്ഞാൽ മാൽപ്പ തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ ബീച്ച് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. സെൻറ്റ് മേരീസ് മാൽപ്പേ ബീച്ച് ഇത് ആ അറ്റത്ത് കാണുന്നത് കേട്ടോ ഐലൻഡ്. സെൻറ്റ് മേരീസ് ഐലൻഡ് കാണുന്നത് ആ അറ്റത്ത് തന്നെ കാണുന്നത്. വെയിലുണ്ടായാലും ചൂടില്ല. അതുണ്ടാവില്ലല്ലോ, കടൽ തീരല്ലേ. ഇതിലേന്റെ കുറച്ച് നേരം നടക്കാം. അറ്റത്ത് പോയി നിൽക്കണ നോക്കിയല്ലേ, ആ രണ്ടെണ്ണം അറ്റത്ത് പോയി നിൽക്കണ നോക്കിയേ. ഇതേപോലെ നമ്മുടെ അവിടെ ഇറങ്ങില്ലേട്ടാ. നമ്മളവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല. ആ ഇതേപോലെ നമ്മളവിടെ ഇറങ്ങില്ല. അറ്റത്ത് മാത്രമേ സമ്മതിക്കായുള്ളൂ കേട്ടാ. അറ്റത്ത് അവിടെ അവിടെ മാത്രം സമ്മതിക്കായുള്ളൂ. അവിടെ അത് ഡേഞ്ചറസ് ഏരിയ ആണ്. ആ ഇവിടേക്ക് കുഴപ്പമില്ല. പിള്ളേർ കമ്പനി കളിക്കും. എന്തായാലും മാൽപ്പേ സെൻറ്റ് മേരീസും മാൽപ്പേ ഐലൻഡ് ഉണ്ടല്ലോ, ബീച്ച് ഐലൻഡ് ബീച്ച് എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. വളരെ സുന്ദരം. ഒഴിവുള്ളപ്പോ നിങ്ങളും വന്ന് കാണുക. ഒഴിവുള്ളപ്പോഴല്ല, ഒഴിവൊക്കെ ഉണ്ടാക്കിയിട്ട് വരിക. കടലമ്മ കല്ലിയെന്നാണ് എഴുതുന്നത് കേട്ടോ. വരുന്നുണ്ട്. അവിടെ വരെ വരണുള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ല. അത് പരീക്ഷണമാണ്. രാധാകൃഷ്ണ എന്നാണ് എഴുതിയത്. രാധാകൃഷ്ണ ഞാൻ എഴുതി നോക്കട്ടെ. ആ ഐലൻഡ് ഉള്ള കാരണമാണ് ഇതിന് സെന്റ് മേരീസ് ഐലൻഡ് ബീച്ച് പേര് വരാൻ കാരണം. ആ കാണതല്ലേ ആ അറ്റത്ത് ഒരു കൊടി എന്തൊരു ഇത് വിളക്കുകാലുമാതിരി അറ്റത്ത് കണ്ടോ. അറ്റത്ത് നിൽക്കിയ തീരെ നോക്കിയേ, ആ കുന്നിന്റെ അപ്പുറത്ത് തീരെ നോക്കിയേ. അതുണ്ടാവും അപ്പുറത്തുനിന്ന് വരണ നോക്കിയാ തീരെ കണ്ട. ആ കാണണ സാധനമാണ് ഈ സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്ന സാധനം. അത് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ബീച്ചിന് സെന്റ് മേരീസ് ഐലൻഡ് ബീച്ച് എന്ന് പേര് വരാൻ കാരണം. അങ്ങോട്ട് കാണിക്കാ. അതേ അവിടെ തീര അടിക്കി നോക്കിയേ, ആ കുന്നിന്റെ അവിടെ. അതാ ഇതിട്ടിട്ട് കാണിക്കേ, സൂം ചെയ്തിട്ട് ആ തീര കാണിക്കേ. തിരമാലയാണ്, അല്ലാണ്ട് കുന്നല്ലത്. അതിന്റെ ആ നിക്കണതൊക്കെ എന്തിട്ടാ സാധനങ്ങള്. പിന്നെ കപ്പല ബോട്ട എന്തിട്ടാണ് കുന്നാണ്. അവിടെയും ഉണ്ട് ചെറിയൊരു ഐലൻഡ് കേട്ടോ. കുന്ന് കുന്ന് ആയ്മ വന്നടിക്കുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ സൂമിൻ ചെയ്തു. ഇനി ഞാൻ സൂം ഇതാ കാണുന്നുണ്ടോ, അവിടെ ഒരു ഐലൻഡ്. എന്നിട്ട് നേരെ നോക്ക്, അവിടെ ഒരു കൊച്ചു കിടക്കുന്നു. പ്രശ്നമൊന്നുമില്ല. പേടിയില്ല. അപ്പൊ നമ്മളേ ഉടുപ്പിയിലുള്ള മാൽപ്പേ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് മേരീസ് ഐലൻഡ് ബീച്ചിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കണം. വെയിൽ കഠിനം ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല, വലിയ ചൂടൊന്നും തോന്നണില്ല. അപ്പം ഇതിലേക്ക് ഇവിടെ നിന്ന് ഈ വല കെട്ടിയതിൻ്റെ അവിടെ നിന്ന് ചാടിയുണ്ട് കിടക്കണം. ഇതിലോട്ട് കിടക്കാം. അങ്ങോട്ട് ചാടുന്നുണ്ട്. യെസ്, താങ്ക് യു. ആള് വന്നോടെ കുറ്റി ഇത്രയും തണലത്തോടെ നിൽക്കാം. കൊട തണലത്തോടെ നിൽക്കാം അവിടെ. രണ്ട് കൊട.
അതിന്റെ ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കി വെച്ച അറ്റം വരെ ഉണ്ടാക്കി മറ്റേ വെച്ചാൽ ഫോണാ ചേട്ടാ? ഏതാ? ഐഫോൺ. അതെന്റെ കയ്യിലുണ്ട്. ആ അത് ചാർജ് കഴിയുമ്പോൾ അതിൽ നിന്ന് എടുക്കും. ഞാൻ അതിലെടുക്കട്ടോ അമ്പലം. ഇനി ഇത് ഇവിടെ നിർത്താം. ആ ഇവിടെ ഇത് മതി. അവിടെ നിന്നൊരു ക്ഷേത്രം കണ്ടു തോന്നുന്നുണ്ട്. അതിന്റെ നേരെ മുമ്പിൽ ക്ഷേത്രമാണ്. ഇത് വെയിൽ കാരണം കാണാവോ കേട്ടാ? എങ്ങനെയൊന്നും എടുക്കട്ടെ. ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ അവാർഡാണ് കേട്ടത്. ബബിൾസ് ബീച്ച് ബാർ. ഒരു മിനിറ്റ് കേട്ടാ. അവിടെ പോകണം നമുക്ക്. എന്നാണ് നമുക്ക് ബസ് ഇടല്. അവിടെയാണ് ബസ്. മൊത്തത്തിൽ ബീച്ച് കാണാൻ നല്ല ഭംഗിയാട്ടോ. സൂപ്പർ ബീച്ചാട്ടാ. അപ്പോഴേ നമ്മുടെ ഉടുപ്പിയിൽ മാൽപ്പേ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് മേരീസ് ഐലൻഡ് ബീച്ച്. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് സെൻറ്റ് മേരീസ് ഐലൻഡ് ബീച്ചുകളുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഉടുപ്പിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥലം കൂടി നമുക്ക് കാണാനുണ്ട് കേട്ടോ. കാരണം കേരളത്തിലുള്ള ഒരുവിധം ബീച്ചുകളുണ്ട്. ആ ബീച്ചുകളൊക്കെ എനിക്ക് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടായിരുന്നു. ആകെ വൃത്തികേടായിട്ട് കിടക്കുക. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കടലിലേക്ക് പോകുന്ന മാലിന്യങ്ങളൊക്കെ തിരിച്ച് കരയിലേക്ക് തന്നെ കയറ്റിയിടുന്നു. ഉടുപ്പിയിലുള്ള സെൻറ്റ് മേരീസ് മാൽപ്പേ ബീച്ചിൽ മാലിന്യം എന്ന് പറയുന്നത് ഒരു ലാഭലേശം ഇല്ല. അത് അത്രയ്ക്കും വൃത്തിയായിട്ടാണ് ഇവിടെയുള്ളവർ ഈ ബീച്ച് സംരക്ഷിക്കുന്നത്. അതിൽ ഉടുപ്പിക്കാർക്ക് എൻ്റെ വക ഒരു 100 അഭിനന്ദനങ്ങൾ, 100 അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഞങ്ങളുടെ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.